വൈകി വരുന്ന ആർത്തവത്തിന്റെ ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ഇത് 2 ടൈപ്സ് ഉണ്ട്. അനോവലേറ്ററി എന്ന ടൈപ്പ് ഉണ്ട്, അല്ലാതെ നോർമൽ ഓവലേഷൻ ടൈപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറിയെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് ആവശ്യം? അതായത് ഒരു പെൺകുട്ടികൾക്ക് വരുന്ന ഹോർമോണിലെ ബുദ്ധിമുട്ടാണ് ഈ കണ്ടീഷൻ. ആർത്തവം കൃത്യസമയത്ത് സംഭവിക്കുന്നില്ല. ഇത് മാത്രമല്ല, ഇത് കുട്ടികളാവാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ചില കണ്ടീഷൻസിൽ ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, പല അസുഖങ്ങൾക്കും കാരണമായി വരുന്നു. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, വൈകി വരുന്ന ആർത്തവം കൃത്യമായിട്ട് വരത്തില്ല, പിന്നെ കണക്ക് നിൽക്കത്തില്ല. അതുമാത്രമല്ല, നമുക്ക് ഹോർമോൺ ബുദ്ധിമുട്ടുകൾ, കയ്യും കാലിലും മുഖത്തും വരാവുന്ന ആണുങ്ങളെ പോലെയുള്ള രോമങ്ങൾ വരാം. പിന്നെ വെയിറ്റ് കൂടുന്ന രീതിയിൽ ബുദ്ധിമുട്ട് വരാം. കൃത്യമായിട്ടും ഹോർമോൺസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഗർഭം ധരിക്കുവാനുള്ള സാധ്യതകളെയും അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻഡോക്രിനോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു എൻഡോക്രിനോളജിസ്റ്റ് സമീപിക്കുകയാണെങ്കിൽ ആർത്തവത്തിന്റെ രീതി എന്താണെന്ന് തിരിച്ചറിയുവാൻ ഒരു മെൻസ്ട്രൽ കലണ്ടറിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു തരും. ഇതുകൂടാതെ ഹോർമോൺ ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരും. PCOSന്റെ ഒരു പ്രധാന കാരണമാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോയിഡ് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ സിസ്റ്റ് വരുന്നതിന്റെ ഗതിയും കുറച്ച് കുറയാം. ഇതുകൂടാതെ പോളിസിസ്റ്റിക് ഓവറിയുടെ വേറെ കണ്ടീഷനാണ് പ്രീ ഡയബറ്റിസ്. ഡയബറ്റിസ് വരാനുള്ള കണ്ടീഷൻസ് അത് ഫാമിലീസിനും വരാം. ഇതുകൂടാതെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കാരണമാണ് നമ്മൾ ഡയബറ്റിസ്, പ്രീ ഡയബറ്റിസ് പോലെ PCOSും സംഭവിക്കുന്നത്. അപ്പോൾ ചികിത്സിക്കുവാൻ വളരെ എളുപ്പമാണ്. കറക്റ്റ് ആയിട്ടുള്ള ഹോർമോൺ വരുത്താനുള്ള ഹോർമോൺസ് ഉണ്ട്, അതായത് പീരിയഡ്സ് വരുത്താനുള്ള പ്രൊജസ്ട്രോൺസ് ഉണ്ട്. ഇതുകൂടാതെ വേറെ രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട്. ഒരു എൻഡോക്രിനോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും സമീപിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നല്ല ഹോർമോൺസ് വന്നാൽ മാത്രമേ നമുക്ക് പോളിസിസ്റ്റിക് ഓവറി കൺട്രോൾ ചെയ്യാൻ പറ്റൂ. നമ്മുടെ ലക്ഷ്യം ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫാണ്.